പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു 18-കാരന് ജീവൻ നഷ്ടമായ ആക്രമണം. യുവാക്കളുടെ ആക്രമണത്തിൽ ശരീരത്തിൽ കണ്ണാടിച്ചില്ല് തറച്ചാണ് 18-കാരൻ മരിച്ചത്. അതിൽ എല്ലാ പ്രതികളും പിടിയിലായിരിക്കുന്നു. 1.5 വർഷം മുമ്പ് ടർഫിലുണ്ടായ തർക്കമാണ് ശിവസൂര്യയുടെ കൊലപാതകത്തിന് കാരണമെന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കിട്ടുകയാണ്. കെ അരുൺകുമാർ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഉണ്ട്. 1.5 വർഷം മുമ്പ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഈ പ്രതികളും ശിവസൂര്യൻ തമ്മിൽ ടർഫിൽ വെച്ച് ഒരു വാക്കുതർക്കമുണ്ടായി. 1.5 വർഷം മുമ്പ് അതിൻ്റെ പല പ്രാവശ്യം ഇവർ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം വൈകുന്നേരം 8:30 മണിയോടുകൂടി ഒരു വസ്ത്രശാലയുടെ മുമ്പിൽ ശിവസൂര്യ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രതികൾ 2 ബൈക്കിലായി കടന്നു പോകുന്നത്. ഇവർ പോകുമ്പോൾ ശിവസൂര്യ രൂക്ഷമായി നോക്കി എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ മദ്യലഹരിയിലുണ്ടായിരുന്ന ഈ പ്രതികളെല്ലാം തന്നെ ഈ ശിവസൂര്യയുടെ അടുത്തേക്ക് വരികയും വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ഈ വസ്ത്രശാലയുടെ കണ്ണാടിയിലേക്ക് തള്ളിയിടുകയുമാണ്. ഇതിൽ 1-ാം പ്രതി അജിത്താണ് ഈ യുവാവിനെ തള്ളിയിടുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ആ ഗ്ലാസ് ചില്ലുകൾ പൊട്ടി ശിവസൂര്യയുടെ വയറിലേക്ക് തറച്ചു കയറി. എന്നിട്ടും ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബൈക്കിൻ്റെ നടുക്ക് വച്ച് ഈ ഗുരുതരമായി പരിക്കേറ്റ ഈ ചെറുപ്പക്കാരനെ ആദ്യം ശാന്തിവിള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ 2 കാലുകളും ഈ ബൈക്കിന് നടുക്ക് വെച്ച് കൊണ്ടുപോയപ്പോൾ നിലത്ത് ടാറിൽ വിറഞ്ഞ് പരിക്കേറ്റിരുന്നു. ഒരു വിരൽ പകുതിയായി പോയിരുന്നു എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് ശേഷം പോലീസ് പറയുന്നത്. അത്തരത്തിലാണ് ഈ പ്രതികളെല്ലാം തന്നെ 20ഉം 21 വയസ്സായവരാണ്, പരസ്പരം അറിയുന്നവരാണ്, ആ നാട്ടുകാരാണ്. അങ്ങനെ ഈ 4 പേര്, ഇന്നലെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അവരെ റിമാൻഡ് ചെയ്തു. 4-ാം പ്രതി പ്രിയദർശനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പ്രതികൾ എന്ന് പറയുന്നത് അജിത്ത്, കാർത്തികേയൻ, അതുപോലെ തന്നെ ആരോമൽ, ഇപ്പോൾ പ്രിയദർശൻ എന്ന് പറയുന്ന 4-ാം പ്രതിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 4 പേർ, 2 ബൈക്കിലായിട്ട് വന്ന 4 പേർ ചേർന്നാണ് ഈ നാടിനെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അതിലെ പ്രതികളെല്ലാം തന്നെ നരുവാമൂട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം നടക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനം, അതിലാണ് ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടമാവാൻ ഇടയായ സംഭവം. അതെ അരുണ്, പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറയുമ്പോഴും കാലങ്ങളോളം ഒരു പക ഉള്ളിൽ കൊണ്ട് നടന്നു എന്നുള്ളതാണ്. ഒന്നിച്ച് ചിരിച്ച് കളിച്ച് ഒന്നിച്ച് വളരുന്നവർക്കൊക്കെ ഇടയിൽ ഒരു വൈരാഗ്യം ഇങ്ങനെ കനൽ നീറി കിടക്കുകയും ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള പ്രതികാരം ചെയ്യുകയും അത് ഇനി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്ക ഭയന്ന് ജീവൻ രക്ഷിക്കാനെന്നുള്ള പേരിൽ നെഞ്ചിൽ ചില്ല് തുളച്ച് കയറിയ ഒരു സുഹൃത്തിനെ ബൈക്കിനിടയിൽ വെച്ച് 2 കാലും നിലത്തൂടി ഉരഞ്ഞ് ഒരു വിരലിൻ്റെ പാതിയൊക്കെ പോയി മൃതശരീരമായിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എറിയുന്ന മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ചെയ്യുന്നവർക്ക് വയസ്സ് 20, 21 അതിന് താഴെയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നത്.